ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്ന ഒരു 2-3% ആളുകൾ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് തുടർന്ന് ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാനും, അതുപോലെ തന്നെ ഇതിന്റെ ഹിന്ദി ഒറിജിനൽ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഫേമസ്, അപ്പൊ അങ്ങനത്തെ ആ ഒരു ഭാഗങ്ങളും അതിന്റെ ഹിന്ദി റീമേക്ക് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി കൊടുക്കണേ, പിന്നെ ലൈക്കും കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. അങ്ങനെ അഞ്ജലിയും അർജുനും കൂടി ചേർന്നിട്ട് നേരെ പോകുന്നത് പത്മയുള്ള സ്ഥലത്തേക്കാട്ടോ. പത്മ വിളിച്ചല്ലോ, ഒരു മദറിന്റെ ഒരു ഓർഫനേജോ അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ അവിടെ നിന്ന് പത്മ വിളിച്ച പറഞ്ഞ സ്ഥലത്തേക്ക് അർജുനും അഞ്ജലിയും കൂടി പോകുവാണ്. അപ്പൊ അവിടേക്ക് പോകുമ്പോഴേക്കും അഞ്ജലി പറയണ്ടേ, എന്റെ പേരാണ് അഞ്ജലി, ഇവിടെ പത്മ എന്ന് പറഞ്ഞ പെൺകുട്ടി. മനസ്സിലായി എന്നിട്ട് അഞ്ജലി അകത്തേക്ക് വിളിക്കുകയാണ് അവര്. അപ്പം അഞ്ജലിയും അർജുനും ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ നടന്ന കാര്യങ്ങൾ പറയാണ്. പത്മേനെ റോഡരികിൽ തളർന്നു വീണ് കിടക്കുന്ന പത്മേനെ അവർ കാണുകയും പത്മേനെ എടുത്തുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നീടാണ് അത് പത്മയാണെന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതുകൊണ്ട് ഞങ്ങൾ പോലീസിനൊന്നും വിവരം അറിയിച്ചില്ല, കാരണം പോലീസുകാരൊന്നും സപ്പോർട്ടല്ലെന്ന് നേരത്തെ തന്നെ പത്മ പറഞ്ഞിരുന്നു. ഏതോ ഒരു സി ഐ ആണ് പുള്ളിക്കാരനാണ് സഹായിച്ചതെന്നും പത്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോലീസിനൊന്നും ഞങ്ങൾ വിവരം അറിയിക്കാതെ അഞ്ജലിനെ തന്നെ വിവരം അറിയിച്ചത് പത്മ പറഞ്ഞുകൊണ്ടാട്ടോ. അപ്പൊ അർജുൻ പറയണ്ട് അത് നന്നായി, കാരണം പത്മ ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കണം. ഇപ്പോഴും ചതിയന്മാരും ഗുണ്ടകളൊക്കെ ഇപ്പോഴും പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ പത്മനെ ഇവിടെ സേഫ് ആക്കി വെച്ചതിൽ വളരെ നന്ദിയുണ്ട് സിസ്റ്റർ എന്ന് അർജുൻ പറയാണ്. അല്ല, പത്മ എന്നിട്ട് ഇപ്പൊ എവിടെയുണ്ട്? പത്മ അകത്താണ്. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കാരണം മരണത്തിന്റെ തലനാഴിയൊക്കെയല്ലേ അവള് രക്ഷപ്പെട്ടത്. ഇപ്പോഴും മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയില ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിയുടെ കൂടെ സഹായിക്കാൻ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, എന്താ പയ്യന്റെ പേര്? അമ്പാടി. ആ പയ്യന് എന്ത് സംഭവിച്ചെന്ന് അറിയാതെയും അവൾ ആകെ വിഷമത്തിനും ടെൻഷനിലാണ്. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടു സംസാരിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അർജുനും അഞ്ജലിയും കൂടി നേരെ പത്മയുടെ ആ ഒരു അടുത്തേക്ക് പോകാട്ടോ. പത്മ ഇവരെ കാണുമ്പോൾ തന്നെ പൊട്ടിക്കരയാണ്. അഞ്ജലി പറയണ്ടേ, എന്തിനാ പത്മ, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണത്? സന്തോഷിക്കല്ലേ വേണ്ടത്. നോക്കിയ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിരിക്കാൻ നീ നോക്കി, നിന്നെ തോൽപ്പിക്കാൻ മരണത്തിന് പോലും സാധിക്കില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നീ ടെൻഷനൊന്നും ആവണ്ട, അമ്പാടിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്പാടി ഹോസ്പിറ്റലിലായിരുന്നു, ഒരുപാട് ഇതൊക്കെ കൊണ്ടുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്പാടി. പക്ഷെ ഇപ്പൊ ഓക്കെ ആയി, ഇന്നലെ ഡിസ്ചാർജ് ആയി. രാജീവാണ് അമ്പാടിനെ വീട്ടിലേക്ക് കൊണ്ട് ആക്കിയെന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ അപ്പോഴാണ് പത്മക്കൊന്ന് സമാധാനമാവുന്നത് കേട്ടോ. പത്മ പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ ചേച്ചി, എത്ര നാളാ ഇങ്ങനെ ജീവിക്കുക, ഞാൻ കാരണം ചേച്ചിക്കും രാജീവേട്ടനും എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ രാജീവ് പറഞ്ഞു, പത്മ കാരണം ആർക്കും ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേട്ടോ പത്മേ, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർക്ക് ചെറിയൊരു സ്വഭാവം ഉണ്ട്. എന്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, അല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർക്കും കൂടി ഒരു തലവേദന ആവുമെന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ കടും കൈ ചെയ്യും. ഒരിക്കലും അതല്ല പത്മ ചെയ്യേണ്ടത്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണെങ്കിലും ലോകത്തിൽ ആർക്ക് വേണ്ടിയാണെങ്കിലും ആ ജീവിതം ഇല്ലാതെ ആക്കരുത്. ഇനി ഇതുപോലത്തെ ഒരു അവസരം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ് പത്മേനെ. അതൊക്കെ കേൾക്കുമ്പോൾ പത്മക്കൊന്ന് സമാധാനമാവുന്നുണ്ട് കേട്ടോ. ശേഷം പത്മയെടുത്ത് അഞ്ജലിയും അർജുനും പറയുന്നത്, എന്തായാലും പത്മ ഇവിടെ ഇരിക്കെ ഞങ്ങൾ CA നന്ദൻ സാറിനടുത്തും ജാഫർ സാറിനടുത്തും പറഞ്ഞിട്ടുണ്ട്, പത്മ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് പത്മയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവര് തീരുമാനിക്കും പത്മനെ എവിടേക്കാണ് മാറ്റേണ്ടതെന്ന്. പിന്നെ കോടതിയിലെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കോടതിയിൽ പോയിട്ട് നമുക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. പിന്നെ CCTV തെളിവുകളും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. പത്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പത്മക്ക് നീതി കിട്ടുകയും ചെയ്യും. മറ്റുള്ളവരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പത്മക്കുണ്ട്. അതുകൊണ്ട് പത്മയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് പത്മക്ക് സപ്പോർട്ട് കൊടുക്കാണ് അഞ്ജലി. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, എന്നാ പത്മ ഇവിടെ ഇരിക്കട്ടെയോ, നമുക്കത് തിരിച്ചു പോയാലോ, ഒത്തിരി സമയമായി, നമ്മൾ വീട്ടിൽ തമ്മിൽ ഒരുപാട് രാത്രിയാവും. ശരി, എന്നാ പത്മ ഞങ്ങൾ പോയിട്ട് വരാൻ കേട്ടോ, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോവാണ്. അഞ്ജലി പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുന്നൊന്നും ഇല്ല കേട്ടോ, കാരണം ഞങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് പുറകെ നോക്കി നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ട്, നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കെ. ജാഫർ സാറിനോട് സംസാരിച്ചിട്ട് ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ. ശേഷം അഞ്ജലിയും അർജുനും കൂടി നേരെ അഞ്ജലിയുടെ വീട്ടിലേക്കാണ് പോണത്. അവിടെ അഞ്ജലിയെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അർജുൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ഭയങ്കര മഴയാണ്. അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ വരാന്തയിൽ കേട്ട് അമ്മ കഥക് തുറക്കമെന്നുണ്ട് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമള കഥക് തുറക്കുന്നുണ്ട്. ശ്യാമളാകെ ദേഷ്യത്തിലാട്ടോ. അഞ്ജലി പറഞ്ഞ അപ്പൊ അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്, പക്ഷെ അതിനു മുമ്പ് വിഷന്നിട്ട് വയ്യ, അമ്മ കഴിക്കണമെന്ന് എടുക്ക്, നിക്കടി അവിടെ, നീ എന്തിനാ അകത്തേക്ക് കയറുന്നത്? അമ്മേ എന്തു പറ്റി അമ്മേ? എടി
എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. അകത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. നീ പറയുന്ന വാക്ക് പോലും ഇരിക്കും ആ മനുഷ്യൻ ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അമ്മ എന്തൊക്കെയാ പറയണത്? അമ്മ വെറുതെ സമയം കളയല്ലേ, എനിക്ക് അകത്ത് കയറണമെന്ന്. മഴയെല്ലാം നനഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്നത്, എനിക്ക് പനി പിടിക്കും. എടി ഞാൻ പറയുന്നതിന് മറുപടി നീ പറയടി എന്ന് പറയുമ്പോൾ അവിടേക്ക് നമ്മുടെ ഇന്ദിരയും ആര്യയൊക്കെ വരുന്നുണ്ട്. അമ്മക്ക് ആര്യ എന്താന്ന് പറ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ദിര പറയണ്ട, അത് വേറെ ഒന്നും അല്ലടി അഞ്ജലി പെണ്ണെ, ഇവിടെ രാവിലെ അനുപമ വന്നിരുന്നു. അനുപമയോ? അവളെന്തിനാ ഇവിടെ വന്നത്? വേറൊന്നുമല്ല, നിന്നെ കുറിച്ച് ഞെട്ടിക്കുന്നൊരു വാർത്ത പറയാനാ അവള് വന്നത്. അത് കേട്ടേ പിന്നെ ശ്യാമളക്കും ശിവരാമേട്ടനും ഒരു സമാധാനം ഇല്ല. സത്യം പറയാൻ ഞങ്ങൾക്കും സമാധാനമൊന്നും ഇല്ല. അപ്പൊ ആര്യ പറയുന്നുണ്ട്, അഞ്ജലി അത് വേറൊന്നുമല്ല, അനുപമ ഇവിടെ വന്നിട്ട് അവൾക്ക് വായി തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു നിന്നെക്കുറിച്ച്. എന്നെക്കുറിച്ച് എന്താ അവള് പറഞ്ഞത്? അത് നിന്റെ രഹസ്യ വിവാഹം കഴിഞ്ഞുവെന്നോ, നിന്റെ സമൂഹ വിവാഹത്തിലൂടെ കല്യാണം കഴിഞ്ഞുവെന്നോ, നീ താലി ഒളിപ്പിച്ചു വെച്ചിട്ടാ നടക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോ അഞ്ജലിക്ക് ആകെ ഷോക്ക് ആവാട്ടോ. അഞ്ജലി തല കൊമ്പിട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ശ്യാമളക്ക് കാര്യം മനസ്സിലായി. അനുപമ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. ആ ശ്യാമള വേഗം തന്നെ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താടി അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിന്റെ വിവാഹം കഴിഞ്ഞോ? പറയടി അസത്തെ, നിന്റെ വിവാഹം കഴിഞ്ഞോന്ന്. അമ്മേ ഞാൻ അത് പറഞ്ഞോട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞ മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി. നിന്റെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ? അപ്പൊ അഞ്ജലി, അത് അമ്മ പിന്നെ എന്റെ വിവാഹം അമ്മേ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. ഓഹോ, അപ്പൊ കഴിഞ്ഞു അല്ലേ? ഇനി അനുപമനെ പോലെ തന്നെയാ നിന്റെ സ്ഥലം. നിന്റെ കഴുത്തി താലി കെട്ടിയത് ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് ഞങ്ങൾക്ക് അറിയവും വേണ്ട. നീ ഇവിടെ നിന്ന് ഇപ്പൊ പടിയിറങ്ങണം. അനുപമയുടെ അവസ്ഥ എന്താണോ അത് തന്നെയാ ഇനി ഞങ്ങൾക്ക് നിന്നെ പോലത്തെ ഒരു മകള് വേണ്ട. നിനക്ക് ഈ തെറ്റു ചെയ്യണ മുമ്പ് നിന്റെ അച്ഛനെ കുറിച്ചെങ്കിലും ആലോചിച്ചുകൂടായിരുന്നു. അപ്പൊ ആര്യ പറയണ്ട, അമ്മായി ഇങ്ങനെ കുറ്റപ്പെടുത്തല്. അഞ്ജലിക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേക്ക്. വേണ്ട, ഒന്നും കേക്കണ്ട. അവളുടെ രഹസ്യ കല്യാണം കണ്ടിട്ട് ഇത്രയും ദിവസമായി. അവളായിട്ട് സത്യങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ എന്തിനു തെറ്റി പറ്റിയതാണെങ്കിൽ തന്നെ അവളത് ആദ്യമേ നമ്മുടെ പറയണ്ടേ? അവള് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ഇവളും അനുപമയുടെ അതേ സ്വഭാവമാണ്. ഇവളീ കാണിക്കണതൊക്കെ വെറും അഭിനയമാണ്. അഞ്ജലി, നീ എന്ന് പറഞ്ഞ മകൾ ഇനി ഞങ്ങൾക്കില്ല. എനിക്കും ശിവരാമേട്ടനും മക്കളേ ഇല്ലെന്ന് കരുതി ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ പിടിച്ച് തള്ളി അഞ്ജലിയുടെ ബാഗ് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് നമ്മുടെ ശ്യാമള കഥ കിടക്കുകയാണ്. അഞ്ജലി പൊട്ടിക്കരയാട്ടോ. പിന്നെ അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. ആരെയാണ് വിവരങ്ങളൊക്കെ അർജുൻ അറിയിച്ചത്. അർജുൻ അവിടെ എത്തിയതിനു ശേഷം അർജുന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ അഞ്ജലി പോകുന്നില്ല കേട്ടോ. താൻ അവിടെ നിൽക്കുന്നുള്ള വാശിയിലാണ് അഞ്ജലി. അങ്ങനെ ആ മഴ ഫുള്ളും അർജുനും നനയുന്നുണ്ട്. പിന്നീട് അർജുൻ നമ്മുടെ അർജുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അത് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും ഈ ആഴ്ച തന്നെ. എന്തായാലും വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല. തിങ്കളാഴ്ചത്തെ പ്രൊമോ പിന്നെ അതുപോലെ തന്നെ ഇനി ഈ വീക്ക് നടക്കുമ്പോൾ ചെറിയൊരു കാര്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീക്കെൻഡ് പ്രൊമോ വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.